ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചു വരണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു കളറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു സോഫ്റ്റ്നെസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ 1 കപ്പ് റവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. 1.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവ കറക്റ്റ് അളവാണ്. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റവ ഇട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി കുറുകി വരണം. അതുവരെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാം. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ വെള്ളം വറ്റി വരും. അപ്പൊ ഇതുപോലെ വെള്ളം വറ്റിയിട്ട് ഈ റവ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ ഒരു അരമുറി തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും ഉള്ളിയും എടുത്തിട്ട് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു റവയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോ ചെറിയ ചൂടുണ്ട് കേട്ടോ. നിങ്ങൾ ചൂടെല്ലാം പോയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഡോ ആക്കിയിട്ട് എടുക്കണം. ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ കുഴക്കുന്ന സമയത്ത് മൈദ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദ ചേർത്താല് നമ്മുടെ ഈ ഒരു മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ബൈൻഡിങ്ങും ഒക്കെ കിട്ടും. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടതിന് ശേഷം വേണം കേട്ടോ പരത്താൻ. ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. സൈഡ് ക്രാക്ക് വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാ ചെറിയൊരു കട്ടർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലാക്കാം കേട്ടോ. ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം, വലിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കിയാൽ നമുക്ക് 3-4 ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഇതാ ഇതുപോലെ നല്ലൊരു കളറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരി അരച്ചിട്ടും അരിപ്പൊടിയെല്ലാം വെച്ചിട്ടാണ് പൊരിച്ച പത്തിരി ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇതല്ലാണ്ട് ഇതുപോലെ നമുക്ക് റവ വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.